ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ്സിയോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മത്സരത്തിൽ സൂപ്പർ സ്ട്രൈക്കറായ ജീസസ് ജിമിനസ് കളിച്ചിരുന്നില്ല. അദ്ദേഹം പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടില്ല. ഒരു മത്സരം കൂടി അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അദ്ദേഹത്തിന്റെ പരിക്ക് വിവരങ്ങൾ പുറത്തുവിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിരുന്നില്ല. മറ്റു മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തതിലൂടെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. താരങ്ങളുടെ പരിക്ക് യഥാസമയം അപ്ഡേറ്റ് ചെയ്യുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം പിറകിലാണ്. പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് അതിന് തയ്യാറാവാറില്ല. ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെതിരെ ആരാധകർ തന്നെ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരാധകന്റെ ട്വീറ്റ് ഉണ്ട്. അതിങ്ങനെയാണ്: എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒഫീഷ്യൽ ഇഞ്ചുറി അപ്ഡേറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കാത്തത്? ജീസസ്, ഐമൻ, ഇഷാൻ, ബ്രൈസ് എന്നിവരുടെ കാര്യത്തിൽ ഇതുവരെ യാതൊരുവിധ വ്യക്തതകളും ഇല്ല. ഐബൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പ്രബീർ ദാസ് എപ്പോഴും എന്തുകൊണ്ടാണ് ബെഞ്ചിൽ തന്നെ ഇരിക്കുന്നത്? കോയഫിനെ എന്തുകൊണ്ട് കളിപ്പിച്ചില്ല? എന്താണ് നിങ്ങൾ ഒളിച്ചു വെക്കുന്നത്? ആരാധകരുമായി നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ഇതാണ് ഒരു ആരാധകൻ തൻ്റെ എക്സിൽ ഇപ്പോൾ അഭിപ്രായമായി കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീമിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പല താരങ്ങളും പരിക്കിന്റെ പിടിയിലാണ്. ചിലർക്ക് നിരന്തരം പരിക്കുകൾ ഏൽക്കേണ്ടി വരുന്നു. പരിക്കിൽ നിന്ന് മുക്തരാവാൻ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട്. ഇതൊക്കെ ആരോപിച്ചുകൊണ്ടാണ് മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മകൾ ഇപ്പോൾ മെഡിക്കൽ ടീമിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.